വെൽക്കം ടു ലേഡിനോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് MCQs ആണ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ തിയറി ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് നെറ്റ്വർക്കിങ്ങിൻ്റെ മോഡ്യൂളിൻ്റെ. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ MCQ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ആർ സപ്പോർട്ടഡ് ഇൻ സ്വിച്ചസ് ആർ. അതായത് സ്വിച്ചസ് സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ചസ്, മോഡംസ്, ഹബ്ബ്, റൂട്ടർ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് നെറ്റ്വർക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്ന ടോപ്പിക്സ് ആയിരുന്നു അതൊക്കെ. സോ ആ സ്വിച്ചസ് എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ യൂണികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ബി മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ സി ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നമ്മുടെ സ്വിച്ചസ് സപ്പോർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. കാരണം സ്വിച്ചസ് യൂണികാസ്റ്റും മൾട്ടികാസ്റ്റും ബ്രോഡ്കാസ്റ്റും ഈ 3 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സ്വിച്ചസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Question number 2. The dash is a network device that is used to segment the networks into different subnetworks or subnets. അതായത് ഈ പറയുന്നത്, അതായത് ഡാഷ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻ ഓർഡർ ടു സെഗ്മെന്റ് ദി നെറ്റ്വർക്ക്, നെറ്റ്വർക്കിനെ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ സെഗ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ പോർഷനെയും നമ്മൾ പറയുന്ന പേരാണിത് സബ്നെറ്റ്സ് അല്ലെങ്കിൽ സബ് നെറ്റ്വർക്ക്സ് എന്നുള്ളത്. ഓക്കെ, സോ ആ ഡാഷ്, ആ ഡിവൈസിനെ നമ്മൾ എന്താണെന്നാണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി ഹബ്ബ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് മോഡം. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ദാറ്റ് നെറ്റ്വർക്ക് ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു സെഗ്മെന്റ് ദി നെറ്റ്വർക്ക്സ് ഇൻടു ഡിഫറെന്റ് സബ് നെറ്റ്വർക്ക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ചസ് ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ചസ് ആണ്. സോ ദ സ്വിച്ച് എന്ന് പറയുന്നതാണ് എന്താ ഇവിടെ നെറ്റ്വർക്ക് ഡിവൈസ്. സോ ദ സ്വിച്ച് ഈസ് എ നെറ്റ്വർക്ക് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെഗ്മെന്റ് ദി നെറ്റ്വർക്ക്സ് ഇൻടു different subnetworks called as segments. Different subnetworks which is called as subnets. Okay, ini question number 3. Switching techniques are classified into dash categories. എത്ര നമ്പർ ഓഫ് കാറ്റഗറീസ് ആയിട്ടാണ് ഈ പറയുന്ന സ്വിച്ചിങ് ടെക്നിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് കേൾക്കുക. സ്വിച്ചിങ് ടെക്നിക്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് കാറ്റഗറീസ്. എത്ര നമ്പർ ഓഫ് കാറ്റഗറീസ് ആയിട്ടാണ് ഈ പറയുന്ന സ്വിച്ചിങ് ടെക്നിക്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. സോ സ്വിച്ചിങ് ടെക്നിക്സ് ആർ മേജർലി ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറീസ്. ദേ ആർ സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഏതൊക്കെയാണ്? സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഈ 3 ആണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആര്? സ്വിച്ചിങ് ടെക്നിക്സിനെ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറൈസ് ചെയ്തത് ഏതൊക്കെയാണ്? സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A dash is a networking device that forwards these data packets between computer networks. അതായത് കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക്സ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഡാറ്റ പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ്. അതായത് നമുക്കറിയാം ദർ മേ ബി സെവറൽ നെറ്റ്വർക്ക്സ് ദാറ്റ് ആർ ബീൻ കണക്റ്റഡ് അല്ലേ. സോ അവർ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഡേറ്റ പാക്കറ്റ്സ് ഫോർവേഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കൈൻഡ് ഓഫ് ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ a dash is a networking device that forwards data packets between computer networks. Option A router, option B modem, option C switch, option C hub, option D switch. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? റൂട്ടർ. നമുക്കറിയണം. അപ്പോൾ എന്താണ് ഈ റൂട്ടർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ്സ്, അതായത് ഡേറ്റ പാക്കറ്റ് ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലേക്ക് പോകണം അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻ ഓർഡർ ടു റൂട്ട് ദാറ്റ് നെറ്റ്വർക്ക് അവിടെ ഒരു റൂട്ടിംഗ് ടേബിൾ വേണം. അത് ആരാണ് കൊടുക്കുന്നത്? റൂട്ടേഴ്സ്. സോ മറക്കരുത്. സോ റൂട്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദി നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ദിസ് റൂട്ടേഴ്സ് വിൽ ഹെൽപ്പ്. This is a device that will act as
a translator for translating or for communicating this data or for forwarding this data packets between the computer networks. Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് റൂട്ടർ. റൂട്ടറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോർവേഡിംഗ്, ഓപ്ഷൻ ബി റൂട്ടിംഗ്, ഓപ്ഷൻ സി നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി പാക്കറ്റ് സ്വിച്ചിങ്. ഇതിൽ ഏതാണ് റൂട്ടറിന്റെ ഫംഗ്ഷൻ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്നും കൂടി പറയാം. ഓപ്ഷൻ എ ഫോർവേഡിംഗ്, ഓപ്ഷൻ ബി റൂട്ടിംഗ്, ഓപ്ഷൻ സി NAT അഥവാ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് പാക്കറ്റ് സ്വിച്ചിങ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്വിച്ചിങ് ടെക്നിക് ആണ്. ആൻഡ് ബാക്കിയുള്ളത് ഫോർവേഡിങ്, റൂട്ടിങ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻസ് ഇതെല്ലാം തന്നെ റൂട്ടേഴ്സിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹബ് ഈസ് നോൺ ആസ്. ഹബിനെ നമ്മൾ എന്താണെന്നാണ് പറയാന്നാ ചോദിച്ചിരിക്കുന്നത്. ഹബിനെ നമ്മൾ വേറെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്റലിജന്റ് ഡിവൈസ്, ഓപ്ഷൻ ബി ഡംബ് ഡിവൈസ്, ഓപ്ഷൻ സി ബ്രേവ് ഡിവൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് നമ്മൾ ഹബിനെ എന്തെന്നാ പറയുന്നത്. ഹബ് ഈസ് നോൺ ആസ് ഡംബ് ഡിവൈസ് അല്ലെങ്കിൽ നോൺ ഇന്റലിജന്റ് ഡിവൈസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹബ് എന്ന് പറയുക. സോ ഹബ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സെൻട്രൽ ലൊക്കേഷൻ മാത്രമാണ്. അതിനെ കൊണ്ട് നമുക്ക് റൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പാക്കറ്റ് സ്വിച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ആക്ട് ആസ് എ സെൻട്രൽ പൊസിഷൻ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദി കണക്ടിവിറ്റി ഓർ ഇൻ ഓർഡർ ടു ബൂസ്റ്റ് ദി സിഗ്നൽ. അതിനുവേണ്ടി മാത്രമേ നമുക്ക് ഹബ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സോറി, അത് സ്വിച്ച് ചെയ്യുക. സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുന്നത് സ്വിച്ച് ആണ്. സോ ഹബ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഇന്റർമീഡിയറ്റ് ഡിവൈസ് ടു ട്രാൻസ്ലേറ്റ് ദിസ് നെറ്റ്വർക്ക് ഡാറ്റ പാക്കറ്റ്സ് എമംഗ് ദി നെറ്റ്വർക്ക്സ്. അതിന് മാത്രമേ നമുക്ക് ഹബ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഹബിന് ഒരിക്കലും റൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ചൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഹബിനെ നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് എ നോൺ ഇന്റലിജന്റ് ഡിവൈസ് അല്ലെങ്കിൽ ഡംബ് ഡിവൈസ് എന്നാണ് നമ്മൾ ഹബിനെ പറയാറ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. Dash is used to connect the signals from different network cables as they do not have any computerized element. Okay. Dash is used to connect the signals from different network cables as they do not have any computerized element. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എലമെന്റും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് തമ്മിൽ സിഗ്നൽസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ഹബ്ബ്, പാസീവ് ഹബ്ബ്, ഇന്റലിജന്റ് ഹബ്ബ്. ഇത് മൂന്നെണ്ണമാണ് എന്താ ഇതിന്റെ ഓപ്ഷൻസ് ആയി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പാസീവ് ഹബ്ബാണ്. അപ്പോൾ പാസീവ് ഹബ്ബ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ സിഗ്നൽസ് ഫ്രം ഡിഫറെന്റ് നെറ്റ്വർക്ക് കേബിൾസ് ആസ് ദേ ഡു നോട്ട് ഹാവ് എ കമ്പ്യൂട്ടറൈസ്ഡ് എലമെന്റ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. MIB stands for. ഓക്കെ, MIB എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാനേജ്മെന്റ് ഇൻഫർമേഷൻ ബേസ്, ഓപ്ഷൻ ബി മെമ്മറി ഇൻഫർമേഷൻ ബേസ്, option C management industry base and option D is none of these. So MIB stands for, what is mean by MIB? MIB എന്ന് പറയുന്നത് management information base ആണ്. എന്താണ് MIB എന്ന് പറയുമ്പോൾ it is the management information base. അപ്പോൾ memory information management industry base എന്നൊക്കെ പറയുന്നതാണ്. It is absolutely wrong. MIB it actually stands for what? Management information base. Okay. ഇനി question number 9. The dash is defined as the networking device that is used to connect devices connected in the network to the internet. അതായത് dash is defined as a networking device. Okay, എന്തിനാണ്? That is used to connect the devices connected in the network to the internet. അതായത് ഈ ഡിവൈസസ് നെറ്റ്വർക്കിലേക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെ നമ്മൾ എന്താ പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി റൂട്ടേഴ്സ്, ഓപ്ഷൻ സി ഹബ്ബ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? മോഡം. നമുക്കറിയാം മോഡം ആണ് എന്ത്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു കണക്ട് ദ ഡിവൈസസ് ഇൻ ദി നെറ്റ്വർക്ക് ടു ദി ഇന്റർനെറ്റ്. ഓക്കെ, നമ്മൾ അതിന് എന്താ പറയുക? മോഡം എന്നാണ് പറയുക. മോഡം സ്റ്റാൻഡ്സ് ഫോർ മോഡ്യൂലേറ്റർ ആൻഡ് ഡിമോഡ്യൂലേറ്റർ. വേറെ ഇവിടെ എന്താ ചെയ്യുക? ടെലിഫോണിക് ആയിട്ടുള്ള സിഗ്നൽസിനെ എന്ത് ചെയ്യും? നെറ്റ്വർക്ക് സിഗ്നൽസിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതുപോലെ നെറ്റ്വർക്ക് സിഗ്നൽസിനെ ഡിമോഡുലേറ്റ് ചെയ്ത് ടെലിഫോണിക് സിഗ്നൽസ് ആയിട്ട് മാറ്റാനും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? മോഡം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ദി മോഡം ക്യാൻ പെർഫോം ഡാഷ് നമ്പർ ഓഫ് ടാസ്ക് സൈമൾട്ടേനിയസ്ലി. അപ്പൊ എത്ര നമ്പർ ഓഫ് ടാസ്ക് ആണ് സൈമൾട്ടേനിയസ് ആയിട്ട് മോഡങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2,
ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി ഈസ് 4. അപ്പോൾ എത്ര കൈൻഡ് ഓഫ് ടാസ്ക് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ടാസ്ക് ആണ് മോഡത്തിന് സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. 2 ടാസ്ക് ആണ് സൈമൾട്ടേനിയസ്ലി ആയിട്ട് മോഡം ചെയ്യാറ്, മോഡ്യൂലേഷനും ഡീമോഡ്യൂലേഷനും. അപ്പോൾ നേരത്തെ ക്ലാസ് അല്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു മോഡുലേഷൻ എന്ന് പറയുന്നത് ടെലിഫോണിക് സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സിഗ്നൽസ് ആയിട്ട് മാറ്റും. അതുപോലെ എന്താണ് ഡിമോഡുലേറ്റേഴ്സ് ഇതിന്റെ നേരെ വൈസ് വേഴ്സ്, അതായത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് സിഗ്നൽസിനെ എന്ത് ചെയ്യും, തിരിച്ചെന്ത് ചെയ്യും, ടെലിഫോണിക് സിഗ്നൽസ് ആയിട്ട് മാറ്റും. അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോണിക് സിഗ്നൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡംസ് യൂസ് ചെയ്യുന്നത്. മോഡംസ് ക്യാൻ പെർഫോം മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ സൈമൾട്ടേനിയസ്ലി. അപ്പൊ എന്താ ചെയ്യുക, മോഡുലേഷനും ഡീമോഡുലേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ആര് ചെയ്യും, മോഡം ചെയ്യും. സോ ഈ ഒരു MCQൽ നമ്മൾ റൂട്ടറിനെ കുറിച്ചിട്ടും ഫസ്റ്റ് നമ്മൾ സ്വിച്ച് നോക്കി, ദെൻ റൂട്ടേഴ്സ്, ദെൻ ഹബ്സ് ആൻഡ് ദെൻ മോഡ്. അപ്പോൾ 4 എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അതിന്റെ MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. താങ്ക് യു.